പ്രതിരോധ കുത്തിവെപ്പെടുത്തിയിട്ടും പേവിഷബാധയേറ്റ ബാലിക മരണപ്പെട്ടു. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി KC സൽമാനുൽ ഫാരിസിന്റെ മകൾ സിയ ഫാരിസ എന്ന 6 വയസ്സുകാരിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ മരണപ്പെട്ടത്. മാർച്ച് 29-നാണ് സിയ അടക്കം 6 പേർക്ക് പട്ടിയുടെ കടിയേറ്റത്. 2 മണിക്കൂറിലധികം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി പ്രതിരോധ കുത്തിവെപ്പെടുത്തിയിരുന്നു. ഒരാഴ്ച മുൻപ് പനി വന്നതിനെ തുടർന്ന് ചികിത്സ തേടി സിയക്ക് 4 ദിവസം മുൻപാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. 29-ന് വൈകിട്ട് 3:30-ന് വീടിനടുത്ത് കടയിൽ നിന്നും മിഠായി വാങ്ങി മടങ്ങുമ്പോഴാണ് റോഡരികിൽ വെച്ച് സിയയെ പട്ടി കടിച്ചത്. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് രക്ഷിക്കാനെത്തിയ റിയ ചൊക്ലി ഹഫീസിനും കടിയേറ്റു. അവിടെ നിന്ന് ഓടിയ പട്ടി പറമ്പിൽ പീടികയിൽ 2 പേരെയും വട്ടപ്പറമ്പ്, വടക്കേയിൽ മാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തരെയും കടിച്ചു. എല്ലാവരും മെഡിക്കൽ കോളേജിലെത്തി 2 മണിക്കൂറിനകം കുത്തിവെപ്പെടുത്തു. അന്ന് വൈകിട്ട് 6 മണിയോടെ പട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ചികിത്സയ്ക്കു ശേഷം സിയ അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും 24 മണിക്കൂർ വിശ്രമം നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സിയയെ 2 ദിവസത്തിനു ശേഷമാണ് ഡിസ്ചാർജ് ചെയ്തത്. മുറിവെല്ലാം ഉണങ്ങി സാധാരണ നിലയിലെത്തിയതെന്നു കരുതിയെങ്കിലും ഒരാഴ്ച മുൻപ് പനി വന്നു. തുടർന്ന് 2 ദിവസം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിലെത്തിയ ശേഷം വീണ്ടും പനി കൂടിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ നിന്നും രക്തസാമ്പിളുകൾ തിരുവനന്തപുരത്തേക്ക് പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കടിയേറ്റ് 5 പേർക്കും അസ്വസ്ഥതകളൊന്നുമില്ല. സിയയുടെ മൃതദേഹം പെരുവള്ളൂർ ചാത്രത്തൊടി ജുമാ മസ്ജിദിൽ ഖബറടക്കി. മലബാർ ടൈംസ്, മലപ്പുറം.